ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ യൂട്യൂബ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ RRB ALP എക്സാമിനേഷനിലൊക്കെ വളരെയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ഥിരം കാണാറുള്ള റീസണിങ്ങിലെ ബ്ലഡ് റിലേഷൻഷിപ്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ബ്ലഡ് റിലേഷൻഷിപ്പ്, ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, ഇതിൽ നിന്ന് വരുന്ന ബേസിക് ചോദ്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ടോപ്പിക്ക് നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആണോ എന്ന് തോന്നാറുണ്ടെങ്കിലും കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ കുറച്ച് കോൺസെപ്റ്റുകൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആക്കാൻ പറ്റുന്ന, അതായത് ഹൈലി സ്കോറിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങളിപ്പം റെയിൽവേയുടെ അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നിക്കൽ എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, അതായത് റീസണിങ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഏത് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും ഈ ടോപ്പിക്കിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വാക്കിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഒക്കെയുള്ള റിലേഷൻഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ചിലപ്പം കൂട്ടുകുടുംബത്തിലായിരിക്കും താമസിക്കുന്നത്, ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കും. സോ ബേസിക്കലി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വന്ന് താമസിക്കുന്ന അതിഥികൾ, അല്ലേ, നമ്മുടെ റിലേറ്റീവ്സൊക്കെ ചിലപ്പോൾ നമ്മുടെ അങ്കിൾസോ ആൻറ്റീസോ ഒക്കെ വന്ന് താമസിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് താമസിക്കാനുള്ള റിലേഷൻഷിപ്പുള്ള ആൾക്കാർ, അതിനെയാണ് നമ്മൾ സാധാരണ ബ്ലഡ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ചോദ്യങ്ങളെയാണ് ബ്ലഡ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കാനുള്ളൊരു കാര്യം, ഒരു കുടുംബത്തിൽ പല തലമുറകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ താഴത്തെ തലമുറയായിരിക്കും, നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ മുമ്പിലത്തെ തലമുറയായിരിക്കും, അവരുടെ പാരൻസ് ഉണ്ടെങ്കിൽ, ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അത് അതിനേക്കാളും മുൻപുള്ള തലമുറയായിരിക്കും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസും നിങ്ങളുടെ ഇൻലോസ്, അതായത് സിസ്റ്റർ ഇൻലോ, ബ്രദർ ഇൻലോ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഒരു ജനറേഷനായിരിക്കും. എന്നാൽ അതേസമയം നിങ്ങളുടെ പാരൻസിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ അടുത്ത ജനറേഷനിലായിരിക്കും. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ഒക്കെ മക്കളും ഒരേ ജനറേഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റിലേഷൻസിനെ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് സാധാരണ ഇവിടെ ചോദ്യങ്ങളും വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്പൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളതറിയാം. അപ്പോൾ ചില കേസസിൽ നമുക്ക് ഇതിൽ വരുന്ന ചോദ്യങ്ങളിൽ ടേംസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത ചില റിലേഷൻഷിപ്പ് ടേംസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ, ഈ സ്ലൈഡിൽ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ഫാമിലിയിൽ വരുന്ന റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ടേംസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലാണ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറയണത് എല്ലാവർക്കും അറിയായിരിക്കും, അല്ലേ? ബ്രദറും സിസ്റ്ററും, സഹോദരനും സഹോദരിയും. നമ്മൾ അധികവും ഇവിടെ കേൾക്കാത്ത ചില ടേമുകൾ, അതിൽ ഒന്നാമത്തെ ഒരു ടേമാണ് മെറ്റേണലും പെറ്റേണലും. എന്താണ് ഈ മെറ്റേണൽ ആൻഡ് പെറ്റേണൽ എന്നതിൻ്റെ അർത്ഥം? നിങ്ങളുടെ അമ്മ വഴിയുള്ള എല്ലാ റിലേഷൻഷിപ്പും, അതായത് അമ്മയുടെ ബ്രദർ അങ്കിളാണ്, പക്ഷെ നമ്മളതിനെ അമ്മ വഴിയുള്ള ബ്രദർ ആയതുകൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ബ്രദർ ആയതുകൊണ്ട് മെറ്റേണൽ അങ്കിൾ എന്നാണ് നമ്മൾ ആ റിലേഷൻഷിപ്പിനെ വിളിക്കുക. ഇനി വീണ്ടും നിങ്ങളുടെ അച്ഛൻ്റെ സിസ്റ്ററും നിങ്ങളുടെ അമ്മയുടെ സിസ്റ്ററും ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിങ്ങളുടെ ആണ്ടാണ്, അല്ലേ? അപ്പോൾ ഇതിൽ അമ്മ വഴിയുള്ള സിസ്റ്റർ അല്ലെങ്കിൽ അമ്മ വഴിയുള്ള ആണ്ടിനെ മെറ്റേണൽ ആണ്ട് എന്നും അച്ഛൻ വഴിയുള്ള ആണ്ടിനെ നമ്മൾ പെറ്റേണൽ ആണ്ട് എന്നും പറയും. ഇനി അതുപോലെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ടേമാണ് നെഫ്യൂവും നീസും. എന്താണ് ഈ നെഫ്യൂ ആൻഡ് നീസ് എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ മകനെ, അതായത് മെയിൽ ജെൻഡറിനെ വിളിക്കുന്ന പേര് നെഫ്യൂ എന്നും നിങ്ങളുടെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ മകളെ, ഫീമെയിൽ ജെൻഡറിനെ വിളിക്കുന്ന പേര് നീസ് എന്നുമാണ്. ബാക്കിയെല്ലാം നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. അങ്കിൾ, ആണ്ട്, പിന്നെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഇതെല്ലാം തന്നെ നമുക്ക് വളരെ പരിചയമുള്ള ചില വാക്കുകളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ബേസിക് ചോദ്യം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഹൗ ഇസ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഓൺലി ചൈൽഡ്സ് ഹസ്ബൻഡ്സ് മദർ റിലേറ്റഡ് ടു മീ?
അപ്പോൾ ഇത് ഞാനും ഏതോ ഒരാളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഓൺലി ചൈൽഡ്. എൻ്റെ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മ, അവരുടെ ഓൺലി ചൈൽഡ് എൻ്റെ അച്ഛനോ അമ്മയോ ആണ്. എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഹസ്ബൻഡ്, അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ അമ്മയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ അച്ഛനാണ്. സോ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താ? എൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ ഗ്രാൻഡ് മദറാണ് അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് സാധാരണ വരിക. സോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ്ലി പറയുന്നതിന് പകരം ഇതുപോലെ വളച്ചൊടിച്ചിട്ടൊക്കെ ആയിരിക്കും അധികം ക്വസ്റ്റ്യൻസിലും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ മൈ ഗ്രാൻഡ് മദേഴ്സ് ഓൺലി ചൈൽഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മ, അതായത് മുത്തശ്ശിയുടെ ഒരേ ഒരു കുട്ടി, അത് എൻ്റെ അച്ഛനോ അമ്മയോ ആയിരിക്കും. അച്ഛൻ്റെയോ അമ്മയുടെയോ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അമ്മയുടെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ ആരാണ്? അച്ഛമ്മയാണ്. സോ ഗ്രാൻഡ് മദറാണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, എല്ലാ റിലേഷൻഷിപ്പും എപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള റിലേഷൻഷിപ്സ് ആയിരിക്കില്ല. കാരണം പെട്ടെന്ന് ഒരു കല്യാണം വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ കല്യാണം മൂലം ഒരുപാട് പുതിയ ബന്ധങ്ങളും നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ മാരേജ് റിലേറ്റഡ് ആയിട്ടും നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് നമ്മുടെ കുടുംബങ്ങളിൽ വരും. അപ്പോൾ അതുകൂടി ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മകൻ്റെ ഭാര്യ, നിങ്ങളുടെ മകൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ മകൻ്റെ ഭാര്യയെ നമ്മൾ ഡോട്ടർ ഇൻ ലോ എന്ന് വിളിക്കും. നിങ്ങൾ മകളാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ മകളുടെ ഭർത്താവിനെ നമ്മൾ സൺ ഇൻ ലോ എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ്, മകളുടെ ഭർത്താവിൻ്റെ അച്ഛൻ, ബേസിക്കലി അതായത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛൻ ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ അച്ഛനെ ഫാദർ ഇൻ ലോ എന്നും, ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ മദറിനെ മദർ ഇൻ ലോ എന്നും വിളിക്കും. ബ്രദറിനെ ബ്രദർ ഇൻ ലോ, സിസ്റ്ററിനെ സിസ്റ്റർ ഇൻ ലോ. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റർ ഇൻ ലോയും ബ്രദർ ഇൻ ലോയും രണ്ട് റിലേഷൻസ് പോസിബിൾ ആണ്. ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബ്രദറും നിങ്ങളുടെ ബ്രദർ ഇൻ ലോയാണ്. അത് ആ രീതിയിൽ നമുക്ക് ബ്രദർ ഇൻ ലോ എന്ന് എടുക്കാം. നിങ്ങളുടെ സിസ്റ്ററുടെ ഹസ്ബൻഡും വീണ്ടും ബ്രദർ ഇൻ ലോ ആണ്. ഓക്കെ, ഇനി സിസ്റ്റർ ഇൻ ലോ, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും നിങ്ങളുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. നിങ്ങളുടെ ബ്രദറിൻ്റെ വൈഫും നിങ്ങളുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. അപ്പോൾ രണ്ട് രീതിയിലും ഈ രണ്ട് ടേമുകൾ മാത്രം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് മാത്രം ഒന്ന് എക്സ്ട്രാ ആയിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഈസി എക്സാമ്പിൾ ചോദ്യം. ഹൗ വാസ് രാജുസ് മദർ ഇൻ ലോസ് ഓൺലി ഡോട്ടർ സൺ റിലേറ്റഡ് ടു രാജു? രാജുവിൻ്റെ മദർ ഇൻ ലോ എന്ന് വെച്ചാൽ ആരാണ്? ഭാര്യയുടെ അമ്മ. ആ അമ്മയുടെ ഓൺലി ഡോട്ടർ, ഭാര്യയുടെ അമ്മയുടെ ഒരേ ഒരു മകൾ ആരായിരിക്കും? ഭാര്യ തന്നെയായിരിക്കും. ആ ഭാര്യയുടെ സൺ എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ സൺ തന്നെയാണ്. റിലേറ്റഡ് ടു രാജു, എന്താണ് അപ്പോൾ ആൻസർ വരിക? രാജുവിൻ്റെ മകൻ. രാജുവിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ രാജുവിൻ്റെ മകനാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം ഈസ് ദി സൺ ഓഫ് രാജു എന്നാണ്. ക്ലിയർ? അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു വൺ ലൈൻ മാത്രം വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വരുന്ന ചോദ്യങ്ങളെയൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നമ്മൾ ഇതുപോലത്തെ ബ്ലഡ് റിലേഷൻഷിപ്പ് ടോപ്പിക്കിൽ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഒരു ലൈനോ 2 ലൈനോ ഒന്നും ആയിരിക്കില്ല. ചില കേസസിൽ നമുക്ക് 4ഉം 5ഉം ലൈൻസ് വരുന്ന പസിൽസ് തന്നെ ചോദ്യങ്ങളായിട്ട് വരും. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതുപോലെ പേരുകൾ വെച്ചിട്ട് ഡയഗ്രാം ഒക്കെ വരച്ച് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി എല്ലാ കേസിലും നമ്മുടെ ചോദ്യങ്ങളിൽ പേരുകൾ വരണമെന്നില്ല. ചിലപ്പോൾ എയും ബിയും സിയും ഡിയും ഒക്കെ വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇവരുടെ ജെൻഡർ നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇതിനെയാണ് നമ്മൾ നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നൊട്ടേഷൻസ് എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ചില സിമ്പിൾസ് ആണ്. ഫോർ എക്സാമ്പിൾ, മെയിൽ എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടി നമുക്കിവിടെ പ്ലസ് യൂസ് ചെയ്യാം. മൈനസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീമെയിലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. പ്ലസ്സും മൈനസും രണ്ടും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പ്ലസ് ആണോ മൈനസ് ആണോ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നറിയാത്ത ക്യാരക്ടറിന് നമുക്ക് പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്യാം. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷന് നമുക്ക് ഇതുപോലെ ഡബിൾ ആരോ യൂസ് ചെയ്യാം. സിംഗിൾ ആരോ സിബ്ലിങ്സ് തമ്മിലുള്ള, സിംഗിൾ ലൈൻ ആരോ സിബ്ലിങ്സ് തമ്മിലുള്ള, എന്ന് വെച്ചാൽ ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാൻ കാണിക്കാം. ജനറേഷൻ ഗ്യാപ്പ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ നമുക്ക് താഴേക്കുള്ള ആരോ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളിവിടെ ഒരു ചെറിയ ആക്ടിവിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ റിലേഷൻഷിപ്പിൻ്റെയും മീനിങ് എന്താണെന്ന് നോക്കാം. ഈ പ്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഒരു മാൻ ആണ് എന്നാണ്. ഇനി മൈനസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിമൻ ആണ്. ഇനി നെക്സ്റ്റ് പ്ലസ്സും മൈനസും 2 ആരോ വന്നു കഴിഞ്ഞാൽ അത് ഹസ്ബൻഡും വൈഫും ആണ് അല്ലേ. സോ ഹസ്ബൻഡ് പ്ലസ് വൈഫിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്ലസ്സും മൈനസും സിംഗിൾ ആരോ ആണെങ്കിൽ അത് ബ്രദറും
സിസ്റ്ററും ആണ്. ഇനി മൈനസും മൈനസും സിംഗിൾ ആരോ ആണെങ്കിൽ അത് സിസ്റ്റേഴ്സ് ആണ്. ബ്രദറും ബ്രദറും സിംഗിൾ ആരോ ആണെങ്കിൽ മെയിലും മെയിലും സിംഗിൾ ആരോ ആണെങ്കിൽ അത് ബ്രദേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതിനെയാണ് നമ്മളിവിടെ നൊട്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നൊട്ടേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ബി ഇസ് ദി ഫാദർ ഓഫ് ക്യൂ, ബി ഹാസ് ഓൺലി 2 children, ക്യൂ ഇസ് ദി ബ്രദർ ഓഫ് ആർ ഇസ് ദി ഡോട്ടർ ഓഫ് ബി, എ ഇസ് ദി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി, എസ് ഇസ് ദി ഫാദർ ഓഫ് എ, ഹൗ ഇസ് എസ് റിലേറ്റഡ് ടു ക്യൂ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഈ ചോദ്യത്തിൽ എയും ബിയും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും ഇവരുടെ ജെൻഡർ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നൊട്ടേഷൻസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ബി ഇസ് ദി ഫാദർ എന്ന് വെച്ചാൽ മെയിൽ ജെൻഡർ ആണ് അല്ലേ? ഫാദർ ഓഫ് ക്യൂ. സോ അടുത്ത ജനറേഷൻ ആയത് കാരണം ക്യൂവിനെ നമുക്ക് ഇതുപോലെ താഴേക്ക് എടുത്ത് എഴുതാം. ബി ഹാസ് ഓൺലി 2 children. അപ്പോൾ ബിൻ്റെ ഒരു ചൈൽഡ് ക്യൂ ആണ്. അടുത്ത ചൈൽഡ് ആരാന്ന് നമുക്കറിയില്ല. നൗ ക്യൂ ഇസ് ദി ബ്രദർ ഓഫ് ആർ. ക്യൂ ബ്രദർ ആണെങ്കിൽ ബ്രദറിൻ്റെ നമുക്കവിടെ പ്ലസ് സൈൻ യൂസ് ചെയ്യാം. ബ്രദർ ഓഫ് ആർ എന്ന് നമുക്ക് എടുക്കാം. സിബ്ലിങ്സ് ആണ്. അപ്പോൾ ആറിൻ്റെ ജെൻഡർ അറിയില്ല, അതുകൊണ്ട് തൽക്കാലം ഇവിടെ നമുക്ക് വെക്കാം. നൗ ആർ ഇസ് ദി ഡോട്ടർ ഓഫ് പി. ആറ് ഡോട്ടറാണ്, അപ്പോൾ പെൺകുട്ടിയാണ്. ആരുടെ ഡോട്ടറാണ്? പിയുടെ ഡോട്ടറാണ്. ഓൾറെഡി ബിയുടെ മകളാണ്, പിന്നെ പിയുടെ കൂടി മകളാണ് എന്നുണ്ടെങ്കിൽ ബി ഇവിടെ മെയിലാണെന്ന് നമുക്കറിയാം. സോ ബി ഇവിടെ അച്ഛനും പി ഇവിടെ ആറിൻ്റെ അമ്മയുമായിരിക്കും. ക്ലിയർ? നൗ എ ഇസ് ദി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി. പിൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ് എ എന്ന് പറയുന്നത്. എസ് ഇസ് ദി ഫാദർ ഓഫ് എ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ എയുടെ ഫാദർ എന്ന് പറയുന്നത് എസ് ആണ് എന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഗ്രാൻഡ് ഡോട്ടറാണ്, പിയുടെ ഗ്രാൻഡ് ഡോട്ടർ ആകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ ക്യൂയുടെയോ അല്ലെങ്കിൽ ആറിൻ്റെയോ മകളാവണം എ. പക്ഷേ ഓൾറെഡി എസിൻ്റെ ഫാദർ എ ആണ്, ക്യൂ ഓൾറെഡി മെയിലാണ്. അപ്പോൾ എസിൻ്റെ ഫാദർ ആവാൻ പറ്റുമോ? അല്ല, എയുടെ ഫാദർ ആവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ ഈ 6 കല്യാണം കഴിച്ച ആൾ ആയിരിക്കണം ഇവിടെ എസ്, അതായിരിക്കണം എയുടെ ഫാദർ. ക്ലിയർ? ഗ്രാൻഡ് ഡോട്ടർ എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മൈനസ് സൈൻ യൂസ് ചെയ്തിട്ട് ആ നൊട്ടേഷൻ നമുക്കിവിടെ കാണിക്കാനും പറ്റും. ഇനി നമ്മുടെ ചോദ്യം, ഹൗ ഇസ് എസ് റിലേറ്റഡ് ടു ക്യൂ? എസ് ക്യൂവിൻ്റെ ആരാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. എസ് ക്യൂവിൻ്റെ ആരാണ്? ഇത് ക്യൂവിൻ്റെ സിസ്റ്ററാണ് അല്ലേ? ഇത് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ നമ്മൾ എന്താ വിളിക്കുക? സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ നമ്മളിവിടെ ബ്രദർ ഇൻ ലോ എന്നാണ് വിളിക്കുന്നത്. സോ ബ്രദർ ഇൻ ലോ ഓപ്ഷൻ നമ്പർ ഡിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് നമുക്കിവിടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതുപോലെ വരുന്ന മറ്റൊരു ചോദ്യം ഒരു കോൺവെർസേഷൻ ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് നോക്കാം. Divya's father, pointing towards a person, said, "He is the brother of my father's only sibling. How is the person related to Divya?" അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോദ്യം ഒരു ഡയഗ്രാം വരച്ച് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറഞ്ഞ് സോൾവ് ചെയ്യുന്നത് പോലെയും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ ദിവ്യാസ് ഫാദർ പോയിൻറ്റിംഗ് ടുവേർഡ്സ് എ പേഴ്സൺ സെഡ്. ദിവ്യയുടെ അച്ഛൻ ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയണു, ഹി ഈസ് ദി ബ്രദർ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി സിബ്ലിംഗ്. എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇവിടെ നോക്കുക, എൻ്റെ അച്ഛൻ. സോ ദിവ്യയുടെ അച്ഛൻ്റെ അച്ഛൻ. സോ വേണമെങ്കിൽ നമുക്ക് ഡയഗ്രാം വരച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ദിവ്യേനെ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഇത് ദിവ്യയുടെ ഫാദറാണ്. ഓക്കെ, ഫാദർ മെയിൽ ആയതുകൊണ്ട് ഇനി ദിവ്യയുടെ ഫാദറാണ് പറയണത് മൈ ഫാദർ. സോ വിച്ച് മീൻസ് ദിവ്യയുടെ ഫാദറിൻ്റെ ഓൺലി സിബ്ലിംഗ്. ഒരേ ഒരു സിബ്ലിംഗ് എന്ന് പറയണത് ബ്രദറോ സിസ്റ്ററോ അത് നമുക്കറിയില്ല. ഒരേ ഒരു സിബ്ലിങ്ങിൻ്റെ ബ്രദറാണ്. ഈ സിബ്ലിങ്ങിൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ ദിവ്യയുടെ അച്ഛൻ തന്നെയാണ്. ഓക്കെ, നൗ ഹീ ഈസ് ദി ബ്രദർ ഓഫ് ദി ഓൺലി ഹീ ഈസ് ദി ബ്രദർ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി സിബ്ലിംഗ്. അപ്പോൾ ഈ ദിവ്യയുടെ അച്ഛൻ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ തന്നെയാണ്. ഹൗ ഇസ് ദ പേഴ്സൺ റിലേറ്റഡ് ടു ദിവ്യ? ഇത് ദിവ്യയുടെ ആരാണ്? ഇത് ദിവ്യയുടെ ഫാദറിൻ്റെ ഫാദർ പ്ലസ് ഫാദർ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഗ്രാൻഡ് ഫാദർ ആണ് വരുന്നത്. സോ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡിയിലുള്ള ഗ്രാൻഡ് ഫാദർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി പറയാം. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ
എല്ലാ ജെൻഡേഴ്സും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ കസിൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. സിബ്ലിംഗ് എന്ന് പറഞ്ഞാലും മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് അറിയില്ല. സ്പൗസ് എന്ന് ഒരു മെയിൽ പറയുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഫീമെയിലിനെയാണ്, എന്നാൽ ഫീമെയിൽ പറയുകയാണെങ്കിൽ അവിടെ റെഫർ ചെയ്യുന്നത് മെയിലിനെയാണ്. ചൈൽഡ് വീണ്ടും മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമുക്കറിയില്ല. ഫ്രണ്ട് എന്ന് പറയുന്നതും നെയ്ബർ എന്ന് പറയുന്നതും ഒന്നും ഏത് ജെൻഡറാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. ഹൗ ഇസ് മൈ ഫാദേഴ്സ് ബ്രദേഴ്സ് ഓൺലി സിബ്ലിങ്സ് മദർ റിലേറ്റഡ് ടു മീ? സോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും? ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ ഫാദറിൻ്റെ ബ്രദർ, എൻ്റെ അച്ഛൻ്റെ ബ്രദറിൻ്റെ ഓൺലി സിബ്ലിംഗ്. സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കൂടപ്പിറപ്പാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ ഒരേ ഒരു കൂടപ്പിറപ്പ് എൻ്റെ അച്ഛൻ തന്നെയാണ് അല്ലേ. സോ എൻ്റെ അച്ഛൻ്റെ അമ്മ, ഹൗ ഇസ് ദാറ്റ് മദർ റിലേറ്റഡ് ടു മീ? എൻ്റെ ഗ്രാൻഡ് മദർ ആണ്. സോ ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന ഗ്രാൻഡ് മദർ എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു ടിപ്പ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ പേരിൽ നിന്നും ജെൻഡർ കണ്ടെത്താൻ പറ്റില്ല. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ, പഞ്ചാബി ഹൗസിലെ ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സോണീനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഹരിശ്രീ അശോകൻ ഗുസ്തിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി വരുമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ നല്ല 6 പാക്ക് ഒക്കെയുള്ള ഒരു ആളാണ് വരുന്നത് അല്ലേ. സോ ബേസിക്കലി അവിടെ സോണി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മെയിലാണ് എന്ന് നമുക്ക് അറിഞ്ഞില്ല. അതേപോലെ തന്നെ ചില പേരുകൾ നമുക്ക് മനസ്സിലാവില്ല പേര് കേട്ടാൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിരൺ എന്ന് പറഞ്ഞ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അത് മെയിൽസിനുണ്ട് ഫീമെയിൽസിനുണ്ട് ഈ പേര്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഷെറിൻ എന്ന് പറയുന്ന പേരും മെയിലിനും ഫീമെയിലിനും വന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ രമ എന്ന് പറയുന്ന പേര് നമ്മൾ എഴുതുമ്പോൾ അത് രമയാണോ രാമയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസേജസ് നമ്മൾ ശ്രദ്ധിക്കുക. മെയിലാണോ ഫീമെയിലാണോ എന്ന് നമ്മൾ ഒരു പേരിൽ നിന്നും അത്യാവശ്യം മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമാണ് അത് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഓൺലി എന്ന് പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ വേറെ ആരും ഇല്ല എന്നാണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ളത് ഒരു എക്സാമ്പിൾ ചോദ്യം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഷോയിങ് ദ മാൻ റിസീവിങ് ദ പ്രൈസ് രമ സെഡ്. അപ്പോൾ ഇവിടെ രമയാണോ രാമയാണോ എന്നറിയില്ല. ഹീ ഈസ് ദി ബ്രദർ ഓഫ് മൈ അങ്കിൾസ് ഡോട്ടർ. എൻ്റെ അങ്കിളിൻ്റെ ഡോട്ടറിൻ്റെ ബ്രദറാണ് എന്ന് വെച്ചാൽ അതും എൻ്റെ അങ്കിളിൻ്റെ മകനാണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. എൻ്റെ അങ്കിളിൻ്റെ മകനും ഞാനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഹൂ ഇസ് ദ മാൻ ടു രമ? എൻ്റെ കസിൻ ആയിരിക്കും. സോ ഡയറക്റ്റ്ലി ഓപ്ഷൻ ഡിയിലുള്ള കസിൻ എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇനിയും ധാരാളം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വേറെ വേറെ വരാറുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഇത്രയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ശ്രീ ആൻഡ് കാർത്തിക് ആർ എ കപ്പിൾ. സിരി ആൻഡ് സംയു ആർ സിസ്റ്റേഴ്സ്. സംയു ഇസ് ദ സിസ്റ്റർ ഓഫ് കാർത്തിക്. ഹൗ ഇസ് സിരി റിലേറ്റഡ് ടു ശ്രീ? സോ ജസ്റ്റ് ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് മനസ്സിൽ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഡയഗ്രാം വരച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കേസിൽ ശ്രീയും കാർത്തിക്കും കപ്പിൾസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാർത്തിക് മെയിലിൻ്റെ പേരും ശ്രീ ഗേളുടെ പേരും ആയിരിക്കണം. സിരി ആൻഡ് സംയു ആർ സിസ്റ്റേഴ്സ്. അപ്പോൾ സിരി ആര് സംയു ആര് അറിയില്ല, പക്ഷേ സംയു ഇസ് ദ സിസ്റ്റർ ഓഫ് കാർത്തിക് എന്ന് തന്നിട്ടുണ്ട്. സോ ഇത് സംയു ആണ്, സംയുവിൻ്റെ സിസ്റ്ററാണ്, കാർത്തിക്കിൻ്റെ സിസ്റ്ററാണ് സംയു. അപ്പോൾ ഇവിടെ സിരി സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ കാർത്തിക്കിൻ്റെ സിസ്റ്റർ തന്നെയാണ് സിരിയും. ഹൗ ഇസ് സിരി റിലേറ്റഡ് ടു ശ്രീ? സോ സിരി ശ്രീയുമായിട്ട് എന്ത് റിലേഷൻഷിപ്പാണുള്ളത് നോക്കിക്കേ. സോ സിരി എന്ന് പറയുന്നത് ശ്രീയുടെ ഹസ്ബൻഡാണ് കാർത്തിക്, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ്. ഹസ്ബൻഡിൻ്റെ സിസ്റ്ററെ നമ്മൾ എന്താ വിളിക്കുക? സിസ്റ്റർ ഇൻ ലോ എന്നാണ് വിളിക്കുന്നത്. സോ ഓപ്ഷൻ ഡിയിലുള്ള ഒരു സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരിയുത്തരം. സോ ഇത് RRB ALP എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. Pointing to a boy in a photograph, Neena said, "He is the son of my maternal grandmother's only daughter. How is Neena related to the boy?" ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഒരു കോൺവെർസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹി ഈസ് ദ സൺ ഓഫ് മൈ മെറ്റേണൽ ഗ്രാൻഡ് മദേഴ്സ് ഓൺലി ഡോട്ടർ. എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ അമ്മയുടെ അമ്മ. അമ്മയുടെ ഒരേ ഒരു ഡോട്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെ അല്ലേ. സോ അത് എൻ്റെ അമ്മയുടെ മകനാണ് എന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്.
ക്ലിയർ ആയോ എല്ലാവർക്കും? സോ ഹൗ ഇസ് നീന റിലേറ്റഡ് ടു ദ ബോയ്? സോ ഹീ ഈസ് ദ സൺ ഓഫ്, ഓക്കെ, സോ അതിൻ്റെ മകനാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളുടെ ചോദ്യം അല്ലേ. എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൾ എൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ്. സോ ഹൗ ഇസ് നീന റിലേറ്റഡ് ടു ദ ബോയ്? ബോയുടെ സിസ്റ്ററാണ് നീന. സോ ഓപ്ഷൻ സിയിലുള്ള സിസ്റ്റർ എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, അമിത് ആൻഡ് ഋതു ആർ എ കപ്പിൾ, മൃണാൽ ആൻഡ് ഷോണൽ ആർ ബ്രദേഴ്സ്, മൃണാൽ ഇസ് ദി ബ്രദർ ഓഫ് ഋതു, ഹൗ ഇസ് ഷോണൽ റിലേറ്റഡ് ടു അമിത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ സോൾവ് ചെയ്തതുപോലെ തന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ചോദ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നമ്മുടെ കോമൻസിൽ മറക്കാതെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും ഒരു ചോദ്യം കൂടി എടുത്തിട്ടുണ്ട്. Now, Riyan is Vihan's mother's sister's father's only son's son. How is Riyan related to Vihan? അപ്പോൾ ഇവിടെ എന്ത് റിലേഷൻഷിപ്പാണ് തന്നിട്ടുള്ളത്? വിഹാൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിഹാനിൻ്റെ മദറിൻ്റെ, ഇവിടെ നമുക്ക് മദർ എഴുതാം, മദറിൻ്റെ സിസ്റ്ററിൻ്റെ ഫാദർ. സോ ബേസിക്കലി മദറിൻ്റെ സിസ്റ്ററിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ മദറിൻ്റെ ഫാദർ തന്നെ, അതിൻ്റെ ഓൺലി സൺ. അപ്പോൾ ഇത് ഇവരുടെ ബ്രദറാണ്. ആ സണ്ണിൻ്റെ സണ്ണാണ് ഇവിടെ തന്നിരിക്കുന്ന റിയാൻ എന്ന് പറഞ്ഞ ആൾ. സോ വിഹാൻ്റെ ഇത്രയും ഒരു റിലേറ്റീവാണ് വിഹാൻ എന്ന് പറയുന്ന ആൾ, അല്ല വിഹാൻ്റെ റിലേറ്റീവാണ് റിയാൻ എന്ന് പറയുന്ന ആൾ. ക്ലിയർ? അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ഇവർ രണ്ടും ഒരേ ജനറേഷനിലുള്ള ആൾക്കാരാണ് അല്ലേ. സോ നെഫ്യൂവും അങ്കിളും കസിനും സണ്ണും ആവില്ല, രണ്ടുപേരും ഒരേ ജനറേഷനിലുള്ള ആൾക്കാരായതുകൊണ്ട് രണ്ടുപേരും കസിൻസ് ആയിരിക്കും. സോ ഇവർ ബേസിക്കലി ഇവരുടെ അച്ഛനും അമ്മയും സിബ്ലിങ്സ് ആണ്. സോ ഈ സിബ്ലിങ്സിൻ്റെ മക്കൾ ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും കസിൻസ് ആണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാം. സോ ഓപ്ഷൻ ഡിയിലുള്ള കസിൻ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇതിൽ നിന്ന് ഇനി പസിൽ ബേസ്ഡ് ചോദ്യങ്ങൾ വരുന്നുണ്ട്, കോഡ് ബേസ്ഡ് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഇത്രയും കൂടെ ഹയർ ലെവലിൽ വരുന്ന കോൺവെർസേഷൻ ബേസ്ഡ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കം ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ നമ്മുടെ എൻട്രി ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സസിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതേ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ ഓഫേഴ്സും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സസ് തുടർന്ന് കാണുവാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിൽ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സജഷൻസും കോമെൻ്റ് ആയിട്ട് എഴുതി അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഹോംവർക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതെല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ കോമെൻറ്റ്സിലിടാൻ ആരും മറക്കരുത്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.